കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സദാശിവൻ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് കൂട്ടുകാരിൽ നിന്നും ഭാസ്കരൻ നാട്ടിലെത്തി വിവരമറിയുന്നത്. നിങ്ങളുടെ പെങ്ങളെ കൊന്നിട്ട് ജയിലിൽ പോയില്ലേ, ആ ഭാസ്കരനും മക്കളും തൊഴാൻ വന്നിട്ടുണ്ട്. ഈ നാട്ടിൽ കയറിയ കൊന്നുകളയുമെന്ന് ശിവേട്ടനല്ലേ പറയാറ് എന്നയാൾ ചോദിക്കേ, പറയുന്നതല്ലടാ, ഈ സദാശിവൻ കാണിച്ചു കൊടുക്കും. എവിടെയാടാ അവര് താമസം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാ സദാശിവൻ. കുളിച്ചു തൊഴാൻ വരുന്നവരെ വാടകയ്ക്കെടുക്കുന്ന വീടില്ലേ, അവിടെയാ. ശിവേട്ടൻ നേരെ അങ്ങോട്ടാണോ എന്നയാൾ ചോദിക്കേ, എന്താ നീ വരുന്നുണ്ടോ എന്ന് ശിവനും. ഇല്ലെന്ന് അയാൾ പറയേ സദാശിവൻ വണ്ടിയിൽ കയറാനായി പോവുകയാ. അപ്പോഴേക്കും വേറൊരാൾ എഴുന്നേറ്റ്, ഞാൻ വരാം, ഒരടി കണ്ടിട്ട് കുറെ നാളായെന്ന് പറഞ്ഞ് സദാശിവന്റെ വണ്ടിയുടെ പുറകിൽ കയറി പോവുകയാണ്. രാവിലെ ഒരാളെ ഇളക്കി കുഴപ്പമുണ്ടാക്കാൻ വിട്ടപ്പോ ഒരു മനസുഖം അല്ലേ ബിനു എന്ന് ചായക്കടക്കാരൻ ബിനുവിനോടായി ചോദിക്കേ, അതെ, നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് ബിനുവും പറയുകയാണ്. ഭാസ്കരൻ അവിടെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് സദാശിവൻ അങ്ങോട്ട് വരുന്നത്. വണ്ടി നിറങ്ങിയ സദാശിവൻ ഓടിച്ചെന്ന് ഭാസ്കരന്റെ കോളറിനിട്ട് പിടിച്ച്, നിന്നെ ഞാൻ ഈ നാട്ടിൽ കാല് കുത്തരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്നെ ഇന്ന് കൊല്ലും ഞാൻ എന്ന് സദാശിവൻ വിളിച്ചു പറയേ, കൈവിടറാ, ദേഹത്ത് കൈവയ്ക്കുന്നു എന്ന് ചോദിച്ച് ഭാസ്കരൻ സദാശിവന്റെ കവിളത്തൊന്നു കൊടുക്കുകയാണ്. വീണ്ടും സദാശിവൻ വന്ന് ഭാസ്കരന്റെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട്, നീ എന്റെ പെങ്ങളെ കൊന്നു കളഞ്ഞവനല്ലേടാ, വെറുതെ വിടില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോഴാണ് സീറ്റൗട്ടിലേക്ക് വന്ന നികേഷ് ആ കാഴ്ച കണ്ട് സുഭാഷേട്ടാന്ന് വിളിച്ച് അകത്തേക്ക് ഓടുന്നത്. സുഭാഷും കൂട്ടരും അങ്ങോട്ട് ഓടി വന്ന് ഭാസ്കരനെയും സദാശിവനെയും പിടിച്ചു മാറ്റുകയാണ്. സദാശിവനോടായി സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ ശിവമാവ ഇത്, എത്ര വർഷത്തിനു ശേഷം കാണുന്നതാ, എന്നിട്ടിങ്ങനെ അടി കൂടുകയാണോ വേണ്ടതെന്ന്. അത് കേൾക്കെ അമ്പരപ്പോടെ, ശിവമാമനോ എന്ന് ഹരീഷ് നികേഷിനോടായി പറയുന്നുണ്ട്. അത് കേട്ട് സദാശിവനും, എന്ത് ശിവമാമനോ, ആരാടാ നിനക്ക് മാമൻ, എന്ന് ഇയാളെന്റെ അനിയത്തിയെ കൊന്നോ, അന്ന് തീർന്നോ അമ്മാവനും മരുമക്കളും തമ്മിലുള്ള ബന്ധം. അത് കേൾക്കെ ഭാസ്കരനും, അതേടാ, എന്റെ പിള്ളേരുടെ അമ്മയെ, നിന്റെ അനിയത്തിയെ ഞാൻ കൊല്ലുന്നത് നീ കണ്ടു നിൽക്കായിരുന്നല്ലോ, ഒന്ന് പോടാപ്പാന്ന് പറയുന്നുണ്ട്. എന്തിനടാ ഞാൻ കാണുന്നത്, നാട്ടുകാരെ മുഴുവൻ പറയുന്നില്ലേ, ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് കുടുംബത്തിനെയും കൂട്ടി നാട്ടിലേക്ക് വീണ്ടും വന്നിരിക്കുന്നല്ലേ, എന്നിട്ട് ഞാൻ നിന്നെ പറഞ്ഞു വിടണോ എന്ന് സദാശിവൻ ചോദിക്കുമ്പോഴേക്കും, വേണ്ടടാ, നീ എന്നെ അടിക്കെന്ന് പറഞ്ഞ് ഭാസ്കരൻ സദാശിവന്റെ കോളറിനിട്ട് പിടിച്ചു വലിക്കുക. അവർ തമ്മിൽ വീണ്ടും അടിയുണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷും സുധീഷുമെല്ലാം അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സിറ്റൗട്ടിലേക്ക് വന്ന സുനന്ദ ആ കാഴ്ച കണ്ട് അമ്മയെ വിളിക്കുന്നത്. ലളിത അങ്ങോട്ട് വരുമ്പോഴേക്കും സുഭാഷെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്ന് സദാശിവൻ വിളിച്ച് പറയുന്നുണ്ട്. വേണ്ട, നമുക്ക് തല തീർക്കാമെന്ന് പറഞ്ഞ് ഭാസ്കരൻ വീണ്ടും സദാശിവന്റെ നേരെ ചെല്ലുകയാണ്. അവർ തമ്മിൽ വീണ്ടും അടിയാകുമ്പോഴേക്കും അത് നോക്കി നിൽക്കായിരുന്ന ലളിതയും സുനന്ദയോടായി പറയുന്നുണ്ട്, ഇയാൾ ഇപ്പൊ ഇവിടെ വന്ന് കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. അപ്പോഴേക്കും അടികൂടുന്ന ഭാസ്കരനെയും സദാശിവനെയും സുഭാഷും കൂട്ടരും വീണ്ടും പിടിച്ചു മാറ്റുകയാ. ശിവമാമനോടായി സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ആരായാലും വേണ്ടില്ല, പക്ഷേ ഇവിടെ കയറി തല്ലുണ്ടാക്കാൻ നിൽക്കല്ലേ എന്ന്. ഈ നാട്ടിൽ കാല് കുത്തിയാ തല്ലി ഓടിക്കുക തന്നെ ചെയ്യുമെന്ന് ശിവമാമനും. ആദ്യം ഈ നാടും ഞങ്ങളുടെ തറവാട്ടമ്പലവും നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ ഭാഗമായിരിക്കണം എന്ന് ഭാസ്കരൻ വിളിച്ചു പറയുമ്പോഴേക്കും സദാശിവൻ വീണ്ടും ഭാസ്കറിന് നേരെ ചെല്ലുകയാണ്. അവർ വീണ്ടും അടികൂടുന്നത് കണ്ട് ലളിത സുനന്ദയോടെ പറയുന്നുണ്ട്, ഭാസ്കറിന്റെ അളിയന ഇത്, സുഭാഷിന്റെ അമ്മാവൻ. സുഭാഷും സുധീഷും അവരെ വീണ്ടും പിടിച്ചു മാറ്റുമ്പോഴേക്കും ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിക്കുന്നു, ദേഷ്യത്തോടെ വിലച്ചുണ്ടി, നിന്നെ ഇന്ന് തീർക്കുമിട ഞാൻ എന്ന് സദാശിവനും. എന്ന വാട ഇങ്ങോട്ട്, നിന്നെ ഞാൻ ഇന്ന് കൊന്നു തരാമെന്ന് പറഞ്ഞ് ഭാസ്കരൻ വീണ്ടും സദാശിവന്റെ കോളറിനിട്ട് പിടിയും വലിയും തുടങ്ങുകയാണ്. സുധീഷും സുഭാഷും അവരെ പിടിച്ചു മാറ്റാൻ തുടങ്ങുമ്പോഴേക്കും സദാശിവൻ ഭാസ്കരനെ ആഞ്ഞു തള്ളുകയാ. നിലത്തേക്ക് വീണ ഭാസ്കരനെ അച്ഛ എന്ന് വിളിച്ച് സുഭാഷ് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോഴേക്കും ശിവമാമനെ സുധീഷും ആഞ്ഞു തള്ളി വീഴ്ത്തുകയാ. അച്ഛ, ഒന്നും പറ്റില്ലല്ലോ എന്ന് ചോദിച്ച് സുഭാഷ് അച്ഛനെ എഴുന്നേൽപ്പിക്കുമ്പോഴേക്കും, നീ ഒന്ന് മാറി നിൽക്കടാ എന്ന് അച്ഛനും. അപ്പോഴേക്കും സദാശിവൻ എഴുന്നേറ്റ് വന്ന്, എന്നെ തല്ലുന്നോ എന്ന് ചോദിച്ച് സുധീഷിനെ പൊതിരെ തല്ലാൻ തുടങ്ങുകയാണ്. നികേഷ് തടയാനായി പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നികേഷെ വേണ്ട എന്ന് നിധി തടയുകയാണ്. സുധീഷിനെ ശിവമാമൻ കുനിച്ചു നിർത്തി മുതുകത്തിട്ടിടിക്കുമ്പോഴേക്കും ഭാസ്കരനും ഹരീഷും വന്ന് അവരെ പിടിച്ചു മാറ്റുകയാ. മാറി നിൽക്കെന്ന് പറഞ്ഞ് ഹരീഷ് അമ്മാവനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും, എന്റെ കുഞ്ഞിനെ തല്ലുന്നോടാ നീ എന്ന് ചോദിച്ച് ഭാസ്കരൻ വീണ്ടും സദാശിവന് നേരെ ചെല്ലുകയാ. സുഭാഷ് അച്ഛനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും അച്ഛനും പറയുക, എടാ, വഴക്കും വൈരാഗ്യവും ഉള്ളത് എനിക്കും നിനക്കും ഇടയില്ല, അതിനെന്റെ മക്കളെ തൊട്ടാലുണ്ടല്ലോ എന്ന് വിരൽ ചൂണ്ടി പറയേ. മാറിപ്പോവാൻ അവരോട് പറഞ്ഞിട്ട് മാറിയില്ലെങ്കിലേ തല്ലും ഞാൻ, കാണണോടാ എന്ന് ചോദിച്ച് സദാശിവൻ വീണ്ടും ഭാസ്കരനെ അടിക്കാനായി വരുമ്പോഴേക്കും സുഭാഷും സുധീഷും ഹരീഷും എല്ലാം പിടിച്ചു മാറ്റും. എല്ലാം കണ്ടതെന്ന് രസിക്കായിരുന്ന ലളിതയും സദാശിവൻ ചേട്ടാ എന്ന് വിളിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വരികയാ. ഇവിടെ വെച്ചൊരു ലഹള വേണ്ട പ്ലീസ് എന്നവർ പറയേ, ഓ, നീയും ഇവരുടെ കൂടെ ഉണ്ടോ, നീയും നിന്റെ ചേട്ടനും ഇവന്റെ കുടുംബവും തമ്മിൽ ശത്രുതയിലായിരുന്നല്ലോ, ഇപ്പൊ എല്ലാവരും ഒന്നായോ എന്ന് സദാശിവൻ ചോദിക്കുക. ഞാനോ, നല്ല കാര്യമായി, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വിവരമറിഞ്ഞ് മനഃപൂർവ്വം വഴക്കുണ്ടാക്കാനായി ഇവിടെ വന്നവരാ ഇവര്. ദേ നോക്ക്, എന്റെ മോള് സുനന്ദ കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ടാ ഇവര് തറവാട്ടമ്പലത്തിലേക്ക് വരുന്നത്. ഇവളുടെ ഭർത്താവ് പുറത്തു പോയിരിക്കുക, ഇപ്പൊ തിരിച്ചു വരും, ദയവ് ചെയ്ത് ബഹളം ഉണ്ടാക്കരുതെന്ന് ലളിത കൈകൂപ്പി പറയുക.
നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അവർക്കറിയില്ല. ഈ നശിച്ച കുടുംബം കാരണം എന്റെ മോളുടെ ജീവിതം കുഴപ്പത്തിലാവരുത്, അതുകൊണ്ടാ എന്ന് ലളിത പറഞ്ഞു നിർത്തുമ്പോഴേക്കും നിധിയും മുറ്റത്തേക്ക് ഇറങ്ങി വന്ന്, സുഭാഷ് ഏട്ടാ, ഇത് നിങ്ങളുടെ അമ്മാവനാണോ എന്ന് ചോദിക്കുക. അതേ മോളെ, ഞങ്ങളുടെ അമ്മയുടെ ആങ്ങളെയാ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സദാശിവനും ഭാസ്കർ നേരെ വിരച്ചുണ്ടി, ഡാ, ഈ നിൽക്കുന്നവൻ നിങ്ങളുടെ അമ്മയെ കൊന്നിട്ടാ ജയിലിൽ പോയത്, എന്നിട്ട് നിങ്ങൾ ഇയാളെ താങ്ങിപ്പിടിച്ച് നടക്കുന്നുണ്ടല്ലോ. ഇതാണോ നിങ്ങളുടെ അമ്മയോട് ചെയ്യുന്ന നീതി എന്ന് ചോദിക്കേ സുധീഷും, അതെ, നിങ്ങൾ പറഞ്ഞ കഥയൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ അമ്മയുണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. സുഭാഷ് ഏട്ടനെ മാത്രമല്ലാതെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ആരാന്നറിയോ എന്ന് ചോദിക്കേ ഒന്നും മിണ്ടാതെ നിൽക്കുക ശിവമാമനും. സുഭാഷും പറയുകയാ, ഞങ്ങളുടെ അച്ഛൻ അമ്മയെ കൊന്നുന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്, എന്നാൽ ആരും അത് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലളിതമായി കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഞങ്ങളത് വിശ്വസിക്കണമെന്ന് അവൻ ചോദിക്കുക. സുധീഷ് വീണ്ടും ചോദിക്കുക, അമ്മ മരിച്ച് അച്ഛൻ ജയിലിലായി ഞങ്ങൾ അനാഥരായി അവിടെ കഴിഞ്ഞിരുന്നപ്പോ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ തേടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ശരി, അച്ഛന്റെ പേരിൽ തെറ്റുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, സമ്മതിച്ചു. അതിന് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഉപേക്ഷിച്ചെന്ന് അവൻ ചോദിക്കേ, എടാ, ഞാൻ നിങ്ങളെ തേടി വന്നോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങളെ 3 പേരെയും കൂട്ടിക്കൊണ്ടു പോവാൻ ഞാൻ വന്നതാ എന്നമ്മാവൻ പറയുന്നത് കേൾക്കേ പരിഹസത്തോടെ, ഒന്ന് പോടാ എന്ന് ഭാസ്കരനും പറയുക. എന്റെ കൂടെ പോരുന്നോന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞതേ നിന്റെ ഈ ചേട്ടൻ തന്നെയാ എന്ന് അമ്മാവൻ പറയേ, എന്ന് കരുതി അങ്ങനെ വിട്ടിട്ട് പോരണോ വേണ്ടേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ഭാസ്കരനും, നിർത്തടാ, ഇവനോടൊന്നും നിങ്ങളുടെ സങ്കടം വിളിച്ചു പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സദാശിവനോടായിടാ, സദാശിവ, തറവാട്ടമ്പലം എവിടെയാണെന്ന് ചോദിച്ചേ എന്റെ പിള്ളേരെ പുറകെ നടന്നപ്പോഴേ ഞാൻ അത് പറയാതിരുന്നത് ഇങ്ങനൊരു കൂടിക്കാഴ്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. പന്ന റാസ്കൽ, ഇതാണ് സ്ഥലമെന്നവർ കണ്ടുപിടിച്ചപ്പോ എന്റെ മൂത്തമോൻ സുഭാഷ് അവന്റെ അമ്മയുടെ വീടും വീട്ടുകാരുമുള്ള സ്ഥലമാണല്ലോ എന്ന് മനസ്സിലാക്കുമെന്ന് കരുതി. പക്ഷേ അവൻ അത് അറിഞ്ഞ ഭാവം കാണിച്ചില്ല. കാലം ഇത്രയായില്ലേ, മറന്നു പോയിട്ടുണ്ടാവുമെന്ന് കരുതിയാ മിണ്ടാതിരുന്നേ. ഇപ്പൊ നീ ഇങ്ങോട്ട് കയറി ബഹളമുണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ ചോദിക്കുക, എന്താടാ നിന്റെ പ്രശ്നം? നിന്റെ അനിയത്തിയെ കൊന്നത് ഞാനാണെന്നോ? അതെ എടാ, ഞാൻ തന്നെയാ കൊന്നത്. എടാ, നീ എന്ത് ചെയ്യും? എന്താടാ, എന്നെ ഊരു വിലക്കോ? എന്നാ നീ ഒന്ന് നോക്ക്. ഇനി എനിക്ക് ഇഷ്ടമുള്ള കാലത്തോളം ഞാൻ ഇവിടെ വരും. തടയാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് തടയെന്ന് ഭാസ്കരനും വെല്ലുവിളിക്കുക. സദാശിവനും വെല്ലുവിളിക്കല്ലേ ഭാസ്കര, കുടുംബമായിട്ട് വന്നോണ്ടാ ഞാൻ ഇങ്ങനെ അടങ്ങി നിൽക്കുന്നത്. ഒറ്റയ്ക്കായിരുന്നേൽ ഇവിടെ നിന്റെ ശവം വീണനെ എന്ന് വിളിച്ചു പറയുക. അത് കേട്ട് ഭാസ്കരനും പരിഹാസച്ചിരിയോടെ, ഒന്ന് പോടാപ്പാ, നീ ആരോടാണ് ഈ വേലയിറക്കുന്നേ? ഇമാതിരി പൂച്ചാണ്ടി വെല്ലത്തരം കൊണ്ട് പിപ്പിടി ഇറക്കാൻ നീ വേറെ ആളെ നോക്കിക്കോ. ഭാസ്കരനെ വിട്ടുപിടി. ഭാസ്കരൻ നിന്നെ പോലെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ സമയം കളയില്ല. എനിക്ക് നിന്നെ തീർക്കണം എന്നുണ്ടെങ്കിലേ നീ ഈ സംസാരിക്കുന്ന സമയത്തിനുള്ളിൽ ഭാസ്കരൻ അത് ചെയ്തിരിക്കും. സദാശിവ, ജയിൽ എനിക്ക് പുത്തരിയല്ലെന്ന് അറിയാലോ എന്ന് ഭാസ്കരൻ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും നികേഷും അങ്ങോട്ട് വന്ന്, മതി, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ രണ്ടുപേരും എന്ന് ചോദിക്കുന്നുണ്ട്. അത് കണ്ട് അവിടെ കൂടി ഒരാളും, ഇതേതാ ഈ ചെറുക്കൻ? ഭാസ്കരനും ശാന്തയ്ക്കും 3 മക്കളല്ലേ ഉള്ളൂ എന്ന് ചോദിക്കേ സദാശിവനും ചിരിയോടെ, അതറിയില്ലേ, എന്റെ പെങ്ങളെ കൊന്ന് ജയിലിൽ പോയി വന്നതിനു ശേഷം ഇവൻ വേറൊന്ന് കെട്ടി, അതിലുണ്ടായതാണ് ഇവൻ. പിന്നെ ആ പെണ്ണിനെയും കാണാതായി. തല്ലിക്കൊന്ന് ചാണകക്കുഴിയിൽ താഴ്ത്തിയൊന്ന് ആർക്കറിയാം? ഇവനല്ലേ ആള്. ഇത് കൂടാതെ എവിടെയൊക്കെ ആരിലൊക്കെ കുട്ടികളുണ്ടെന്ന് ആർക്കറിയാം? ലോറിയായിട്ട് ഊരുചുറ്റിലായിരുന്നല്ലോ നിന്റെ പണി എന്ന് സദാശിവൻ പരിഹസിക്കുകയാണ്. അത് കേട്ട ദേഷ്യത്തോടെ ഭാസ്കരൻ സദാശിവന് നേരെ ചെല്ലാനൊരുങ്ങുന്നുണ്ടെങ്കിലും സുഭാഷ് അച്ഛനെ പിടിച്ചു നിർത്തുകയാ. അത് കേട്ട് ലളിതയും സന്തോഷത്തോടെ നിൽക്കെ നിധിയും പറയുന്നുണ്ട്, ദേ, അനാവശ്യമായിട്ട് ഓരോന്നും പറയരുത്. ഞങ്ങള് തറവാട്ടമ്പലത്തിൽ തൊഴാൻ വന്നതാ, തൊഴുതു കഴിഞ്ഞു, മടങ്ങി പോവാൻ നിൽക്കുക, വെറുതെ വഴക്കുണ്ടാക്കാൻ നിക്കല്ലേന്ന്. അത് കേട്ട് നാട്ടുകാരനായ ഒരാളും, സദാശിവ, ആ കുട്ടി പറയുന്നതിലും കാര്യമില്ലേ? കാലങ്ങൾക്കു ശേഷം തറവാട്ടമ്പലത്തിൽ തൊഴാൻ വന്നവരല്ലേ അവര്. തൊഴുതു തിരിച്ചു പോകുന്ന അവരോട് നീ എന്തിനാ വഴക്കിടുന്നേ? അതും കുറെ കാലം മുമ്പ് നടന്ന കാര്യത്തിന്. ഇവനുമായിട്ട് വഴക്കിട്ടാൽ മരിച്ചുപോയ നിന്റെ അനിയത്തിക്ക് ജീവൻ തിരിച്ചു കിട്ടോ? അതോ നിനക്ക് മനസ്സമാധാനം കിട്ടോ? അവര് കുടുംബമായിട്ട് വന്ന് തൊഴുതു പോയിക്കോട്ടെ, നീ എന്തിനാ ഇടങ്കോൾ ഇടുന്നതെന്ന് ചോദിക്കേ സദാശിവൻ മറുപടി ഒന്നുമില്ലാതെ നിൽക്കുക. നിധി വീണ്ടും പറയുന്നുണ്ട്, നടന്ന കാര്യം ഇനി മാറ്റാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, എന്നിട്ടും നിങ്ങളുടെ ദേഷ്യം മാറിയില്ലേ? ഇങ്ങനെ ദേഷ്യവും കൊണ്ടിരുന്നാലേ ഒരു കാലത്തും ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് നിധി പറഞ്ഞു നിർത്തുമ്പോഴേക്കും സുഭാഷ് അമ്മാവന്റെ അരികിലേക്ക് ചെല്ലുകയാ. അവന് നേരെ വിരച്ചുണ്ടി, അടുത്തേക്ക് വരരുത്, ഞാൻ നിങ്ങളുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വന്നതല്ല. എത്ര കൊല്ലം കഴിഞ്ഞെന്ന് പറഞ്ഞാലും നടന്നതൊന്നും എനിക്ക് മറക്കാനും പറ്റില്ല. ദേ, അവസാനമായിട്ട് ഞാൻ പറയാ, ഇന്ന് ഈ നിമിഷം എല്ലാവരും ഇവിടെ വിട്ട് പോയിക്കോണം. ഇനി ഇവിടെ ആരെയും കാണാൻ പാടില്ല. കണ്ടാൽ അതെനിക്കും നിങ്ങൾക്കും നല്ലതാവില്ല. പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് താക്കീതോടെ ഓർമ്മിപ്പിച്ച് തന്റെ കൂടെ വന്നവനെയും വിളിച്ച് സദാശിവനോടൊന്ന് പോവുകയാ. അപ്പോഴേക്കും ഭാസ്കരൻ വിളിച്ച് പറയുന്നുണ്ട്, ഡാ, എനിക്ക് മനസ്സുള്ളപ്പോ ഞാൻ പോവും, മിണ്ടാതെ പോടാ എന്ന്. അതുകൊണ്ട് സദാശിവൻ വീണ്ടും ഡാ എന്ന് വിളിച്ച് ഭാസ്കരന് നേരെ ചെല്ലാൻ തുടങ്ങുന്നുണ്ടെങ്കിലും കൂടെയുള്ളയാൾ തടഞ്ഞ്, ഏയ് വേണ്ട, അവര് പോയിക്കോളും, ഇനി നാട്ടുകാരെതിരാവണ്ട എന്ന് പറയുമ്പോഴേക്കും, ഡാ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് സദാശിവൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇല്ലടാ, ഞാൻ അത് അപ്പോഴേ മറന്നു, ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് ഭാസ്കരൻ വിളിച്ചു പറയേ.
പോകാം സദാശിവേട്ടാ എന്ന് കൂടെയുള്ളയാൾ സദാശിവനോടായി പറയുന്നുണ്ട്. ഭാസ്കരൻ വീണ്ടും വിളിച്ച് പറയുന്നുണ്ട്, ടാ നിന്റെ കൂടെ കൊണ്ട് നടക്കുന്ന ആ മീശക്കാരനില്ലേ, അവന് നീ തീറ്റയും വെള്ളവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് വേസ്റ്റാടാ, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, വെറും പഴം എന്ന് വിളിച്ചു പറയേ അയാളും പറയുന്നുണ്ട്, അവര് പോയിക്കോളും, വെറുതെ ഒരു വാശിക്ക് വഴക്ക് വേണ്ട, പോടാ എന്ന് വിളിച്ചു പറഞ്ഞ് സദാശിവനെയും പുറകിലെത്തി അയാൾ വണ്ടി ഓടിച്ചു പോവുകയാ. അതുകണ്ട് ലളിതയും സീറ്റൗട്ടിലേക്ക് കയറി അവിടെ നിൽക്കുന്ന സുനന്ദയോടായി, ഇനിയും എന്ത് കാണാൻ നിക്കടി, വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാ. അച്ഛൻ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് സുഭാഷ് അച്ഛന്റെ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോഴേക്കും പോടാ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽപ്പാ ഭാസ്കരനും. എല്ലാരും പാക്ക് ചെയ്യേ, നമുക്ക് എത്രയും പെട്ടെന്ന് പോവാൻ നോക്കാം എന്ന് സുഭാഷ് എല്ലാവരോടുമായി പറയേ. സുഭാഷ് ഏട്ടാ എന്താ ഇത്, അയാളെ പേടിച്ചിട്ട് നമ്മൾ പോവാനോ എന്ന് സുധീഷൻ ചോദിക്കുക. സുധീഷേ, ആരും ആരെയും പേടിച്ച് പോകുന്നതൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് 100 കൂട്ടം തലവേദനയുണ്ട്, അതിന്റെ കൂടെ ഇതൊന്നുകൂടി എടുത്തു വെക്കാൻ വയ്യ, അതുകൊണ്ടാ. നോക്ക്, നമ്മൾ വന്നത് തൊഴാൻ വേണ്ടിയാ, അത് കഴിഞ്ഞു നമ്മൾ പോകുന്നു, അത്രയേ ഉള്ളൂ എന്ന് സുഭാഷേട്ടൻ പറഞ്ഞു നിർത്തേ. അപ്പോ നമ്മൾ ഇനി ഇങ്ങോട്ട് വരില്ലേ എന്ന് നികേഷൻ ചോദിക്കുക. എന്തിനാടാ വരാതിരിക്കുന്നത്, ഇത് നമ്മുടെ കൂടി നാടാ, നമ്മൾ ഇനിയും വരും, ഇവിടെ തന്നെ നിൽക്കും, അമ്പലത്തിൽ പോയി തൊഴുകയും ചെയ്യും എന്നവൻ പറയുന്നത് കേൾക്ക് അച്ഛനും അങ്ങനെ പറ, നമ്മൾ ഇനി എല്ലാ മാസവും വരും, ഇവന്മാരിനി എന്താ ചെയ്യാന്ന് കാണാലോ എന്ന് അച്ഛനും പറയുന്നുണ്ട്. സുഭാഷ് അച്ഛനോടായി, അതെ ഇവിടെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതേപ്പറ്റി ഒരു സംസാരവും വേണ്ട, വാ എന്ന് പറഞ്ഞു വിളിക്കേ. ഒരു കാര്യം കൂടി അറിയാനുണ്ട്, തറവാട്ടമ്പലം എവിടെയാണെന്ന് സുഭാഷേട്ടൻ അറിയാമായിരുന്നല്ലോ എന്ന് സുധീഷ് ചോദിക്കുക. എടാ സത്യമായിട്ടും ഇല്ലെന്ന് സുഭാഷ് പറയേ. പക്ഷേ അമ്മയുടെ ആങ്ങളെ സുഭാഷേട്ടൻ ഓർമ്മയുണ്ട്, ഞങ്ങൾക്കാർക്കും അയാളെ കണ്ട പരിചയവുമില്ല, ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോ ഇത് അമ്മയുടെ നാടാണെന്നും ഇവരൊക്കെ ഇവിടെ ഉണ്ടാവുമെന്നും സുഭാഷേട്ടൻ അറിയാമായിരുന്നല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അതെ എന്ന് സുഭാഷും. പിന്നെ എന്താ പറയാതിരുന്നെന്ന് സുധീഷ് ചോദിക്കേ. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി വിചാരിച്ചിരുന്നില്ല, പിന്നെ ഓർക്കാനുള്ളത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ടെൻഷനും ഉണ്ടാവേണ്ടെന്ന് കരുതിയിട്ട എന്ന് സുഭാഷ് വിളിച്ചു പറയേ. ചില കാരണങ്ങൾ അറിയില്ലെന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായല്ലോ എന്ന് ചോദിച്ച അച്ഛനും അകത്തേക്ക് കയറി പോവുകയാണ്. എല്ലാവരും അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും തന്റെ തോളത്ത് പിടിച്ച് വേദന കഴിച്ചമർത്തി നിൽക്കുന്ന സുധീഷിനെ കാണുന്ന നിധിയും എന്തു പറ്റി എന്ന് ചോദിക്കേ. ഒന്നുമില്ലെന്ന് സുധീഷും. നോക്കട്ടെ എന്ന് പറഞ്ഞവൾ കൈ നീട്ടുമ്പോഴേക്കും അവൻ തോൾ പിൻവലിച്ച്, ഏയ് ഒന്നുമില്ല, കുഴപ്പമില്ലെന്ന് പറയുക. എവിടെ നോക്കട്ടെ, ഇവിടെ വന്നിരിക്കും സുധീഷെ, നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവനെ സീറ്റൗട്ടിലേക്ക് ഇരുത്തുകയാണ്. കുഴപ്പമില്ലെന്നേ, ഇതൊക്കെ ശരിയായിക്കോളുമെന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, കാണിക്കുന്ന നിധി പറയേ. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ തന്റെ തോളത്തെ ടീഷർട്ട് മാറ്റി കാണിച്ചു കൊടുക്കുക. ഈശ്വര, ചതവുണ്ടല്ലോ എന്ന് നിധി ടെൻഷനോടെ പറയേ. അത് സാരമില്ല, താനെ മാറിക്കോളും, ചെറുതായിട്ടല്ലേ ഉള്ളൂ എന്ന് സുധീഷും പറയുക. നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, സ്വന്തം പെങ്ങളുടെ മക്കളാണെന്നുള്ള വിചാരമുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ തല്ലുമായിരുന്നോ, എന്ത് കണ്ണിച്ചോറില്ലാത്ത മനുഷ്യനാ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകാൻ തുടങ്ങുന്നേരം, അയ്യോ നിധി കുഴപ്പമില്ലെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോയി ഓയിന്റ്മെന്റ് എടുത്തുകൊണ്ടുവന്ന് സുധീഷിന്റെ ചതവിൽ പുരട്ടി കൊടുക്കുകയാണ്. അവൾ ചതവിൽ മരുന്ന് പുരട്ടി തരുന്നത് കണ്ട് സ്നേഹത്തോടെ ചിരിയോടെ അവളെ നോക്കി ആസ്വദിച്ചിരിപ്പാ സുധീഷും. പിന്നീട് അവർ രാത്രിയാവുമ്പോ കിളിക്കൂട്ടിലേക്ക് തിരിച്ചെത്തുകയാ. കാറിനെത്തുമ്പോഴേക്കും അച്ഛൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയി ഉമ്മറത്ത് ചെന്ന് തന്റെ ഡ്രസ്സെല്ലാം മാറുകയാണ്. പിന്നീട് പാട്ടും പാടി ഉമ്മറത്തെ കട്ടിലിരുന്ന് ബ്രാൻഡി അടിക്കാനായി തുടങ്ങുകയാണ്. ഹാളിലെത്തിയ സുഭാഷും പുറകിലിരുന്നിട്ടാന്ന് തോന്നുന്നു, നല്ല നടുവേദന എന്ന് പറയാം. അത് ശരി, മുഴുവൻ നേരം ഉറങ്ങിയ നിങ്ങൾക്ക് ക്ഷീണം, വണ്ടി ഓടിച്ച എനിക്കൊരു ക്ഷീണവും ഇല്ലല്ലേ എന്ന് സുധീഷ് ചോദിക്കുക. അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ലടാ, നീ വേഗം പോയി ഉറങ്ങാൻ നോക്കുന്ന സുഭാഷേട്ടൻ പറയുമ്പോഴാണ് ടെൻഷനോടെ നിൽക്കുന്ന ഹരീഷും സുഭാഷേട്ടാ ഞാനൊന്ന് പോയി നീതുവിനെ കണ്ടിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നത്. അത് കേട്ട് നികേഷൻ ചിരിയോടെ, വേഗം ചെല്ല്, നീതുവിനെയും വയറ്റിലുള്ള കുട്ടിയെയും കാണാലോ എന്ന് പറയേ. സുഭാഷ് ദേഷ്യത്തോടെ അവനെ നോക്കുകയാ. അല്ല, ഞാനൊരു ഫണ്ണിന് എന്ന് പറഞ്ഞ് ചമ്മലോട് നിൽപ്പാൻ നികേഷും. സുഭാഷും ഹരീഷിനോടായി പറയുന്നുണ്ട്, എടാ എത്രയും വേഗം അവളുടെ വീട്ടിൽ സംസാരിച്ച് കല്യാണം നടത്താം, ഇനി വൈകിക്കാൻ പറ്റില്ലെന്ന്. ഞാൻ ആദ്യം പോയി കണ്ടിട്ട് വരട്ടെ എന്ന് ഹരീഷ് പറയേ. എന്നാൽ പിന്നെ ഞാനും വരാം ഹരീഷ് എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഹരീഷ് ചെന്ന് തന്റെ ബൈക്കിലേക്ക് കയറുമ്പോഴേക്കും അവന്റെ മനസ്സിലേക്ക് നീതു പറഞ്ഞ വാക്കുകളാണ് ഓടിയെത്തും. എടി നീ പ്രഗ്നന്റ് എന്ന് പറയുന്നേ, അതെങ്ങനെയെന്ന് ഹരീഷ് ചോദിക്കേ. എങ്ങനെയെന്ന് വെച്ചാ ഞാനിപ്പോ എന്താ പറയാ, ഇപ്പൊ ഞാൻ അവരുടെ മുന്നിൽ പ്രഗ്നന്റാ എന്നവൾ പറഞ്ഞതോർക്കെ അവൻ ടെൻഷനോടെ പെട്ടെന്ന് വണ്ടി എടുത്തു പോവുകയാണ്. അവൻ പോകുന്നത് ശ്രദ്ധിച്ച് സുധീഷും പറയുന്നുണ്ട്, സുഭാഷേട്ടാ എനിക്ക് ഒരു ചെറിയ പണിയുണ്ടെന്ന്. ഈ നേരത്തോ എന്ന് സുഭാഷ്. അതെ, പോവാതെ പറ്റൂല, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സുധീഷും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഹരീഷിന്റെ പുറകിൽ കാറുമെടുത്ത് സുധീഷും പോവുകയാണ്. അവൻ നീതുവിന്റെ മുറ്റത്ത് കൊണ്ടുചെന്ന് വണ്ടി നിർത്തുമ്പോഴേക്കും കുറച്ച് അപ്പുറത്ത് മാറി റോഡിൽ സുധീഷും വണ്ടി നിർത്തുകയാണ്. അവൻ ചിരിയോടെ ഹരീഷിനെ നോക്കി മനസ്സിൽ പറയുന്നുണ്ട്, കുഞ്ഞു വയറ്റിൽ കുരുത്തതയുള്ളൂ, അച്ഛന്റെ ടെൻഷൻ ഭയങ്കരമാണല്ലോ ഹരീഷേ എന്ന്. വണ്ടി നിർത്തിയ ഹരീഷും തന്റെ മൊബൈൽ എടുത്ത് നീതുവിന് വിളിക്കുക. അവൾ സന്തോഷത്തോടെ ഹരീഷിന്റെ കോളറെടുത്ത്, പറ ഹരീഷേ, എടി നീ എവിടെയുള്ളെന്ന് ഹരീഷ് ചോദിക്കേ. എന്റെ വീട്ടില്. രാവിലെ എഴുന്നേറ്റപ്പോ മുതലേ വല്ലാത്തൊരു വോമിറ്റിംഗ് സെൻസേഷൻ. പ്രഗ്നന്റ് അല്ലേ, അതുകൊണ്ടായിരിക്കുമല്ലേ ഹരീഷേ എന്നവൾ ചോദിക്കേ. ദേ നോക്ക്, 2 ദിവസമായിട്ട് എനിക്ക് ടെൻഷനോട് ടെൻഷനാ, നിനക്കത് മനസ്സിലാവണ്ടടി
അതെ, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന. ഞാൻ പുറത്തുണ്ടെന്ന് ഹരീഷ് പറയേ. എന്റെ വീടിന്റെ പുറത്തോ എന്ന് നീതു. അല്ലാണ്ട് പിന്നെ എവിടെ, നീ പുറത്തേക്ക് വാ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയേ. ഹോ, ഒരു കുഞ്ഞുണ്ടാവുമ്പോ ഒന്നും അറിഞ്ഞപ്പോ പാഞ്ഞു വന്നതാണോ എന്ന് നീതുവും ചിരിയോടെ ചോദിക്കേ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ, വെറുതെ ഓവറാക്കല്ലേ. എടി, നീ എങ്ങനെയാടി പ്രഗ്നന്റ് ആവണേ എന്നവൻ ദേഷ്യത്തോട് ചോദിക്കേ. അത് ശരി, അപ്പൊ നീ എന്നെ സംശയിക്കുകയാണല്ലേ. നീ ഫോൺ വെച്ചിട്ട് പോയ ഹരീഷെ, എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുക. അതുകൊണ്ട് ഹരീഷും ദേഷ്യത്തോടെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവളുടെ വീടിന്റെ മുറ്റത്തേക്ക് കയറി. നീതു, നീതു എന്ന് വിളിക്കേ. അഖിലും ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങി വരിക. അവന്റെ അരികിലേക്ക് ചെന്ന് നിന്നെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. അപ്പോഴത്തേക്കും നീ ഇങ്ങോട്ട് കയറി വന്നു എന്ന് പറഞ്ഞ അഖിലിന്റെ കോളറിൽ പിടുത്തമിടുമ്പോഴേക്കും ആരാ അഖിലേ എന്ന് ചോദിച്ച് അച്ഛനും അങ്ങോട്ട് വരിക. അഖിൽ അവനെ പിടിച്ചു വലിക്കാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ ഓടിച്ചെന്ന് അവനെ പിടിച്ചു മാറ്റാ. വഴക്കുണ്ടാക്കി സംഗതി നാട്ടുകാരറിഞ്ഞ ആകെ പ്രശ്നവും. നീ അകത്ത് പോ, ചെല്ല്, പോടാ എന്ന് പറഞ്ഞ് അവനെ അകത്തേക്ക് പറഞ്ഞു വിടും. പിന്നീട് ഹരീഷിനോടായി നീ അകത്തേക്ക് വാ എന്ന് വിളിക്കേ. എന്തിന് എന്ന് ഹരീഷും വാ അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞവനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. അത് കണ്ട് കാറിലിരിക്കായിരുന്ന സുധീഷവും പെട്ടെന്ന് കാറിൽ നിറങ്ങി വരുന്നുണ്ട്. ചന്ദ്രൻ ഹരീഷിനെ വീട്ടിലേക്ക് കയറ്റി ഡോർ അടയ്ക്കുമ്പോഴേക്കും അഖിൽ വീണ്ടും ദേഷ്യത്തോടെ അവന്റെ കോളറിനിട്ട് പിടിച്ച് അവനെ അടിക്കാനായി തുടങ്ങുകയാണ്. ചന്ദ്രൻ അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുമ്പോഴേക്കും സീത അങ്ങോട്ട് വന്ന് ഇവനെന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ബഹളം കേട്ട് നീതുവും റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരികയും നീതുവും ചന്ദ്രനും അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കണ്ട് ചന്ദ്രനും നിർത്താനാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അഖിലും ഹരീഷും പിടിവിടുകയാണ്. സമാധാനായില്ലേ, ഇപ്പൊ നാട്ടുകാർ അറിഞ്ഞു എന്ന് പറഞ്ഞ് ചന്ദ്രൻ ചെന്ന് ഡോർ തുറക്കുമ്പോഴേക്കും ആരറിഞ്ഞാലും നിന്നെ വിടാൻ പോകുന്നില്ലടാന്ന് പറഞ്ഞ് അഖിൽ വീണ്ടും ഹരീഷിന് നേരെ ചെല്ലുകയാണ്. അപ്പോഴേക്കും സുധീഷ് അകത്തേക്ക് ഓടിക്കയറി അഖിലിനെ പിടിച്ചു മാറ്റി നീ എന്താണ് ഈ കാണിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. സുധീഷിനെ കണ്ട് അഖിലും സപ്പോർട്ടിന് ആളെയും കൊണ്ടാണല്ലേ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് സുധീഷ് അവന് നേരെ കൈയുയർത്തുകയാ. അപ്പോഴാണ് ഹരീഷ് സുധീഷേട്ടൻ എന്തിനാ വന്നേ എന്ന് ചോദിക്കേ. അത് വിട്, ഇവൻ നിന്നെ എന്ത് ചെയ്യുമെന്നാ, കൊല്ലുമോ എന്നാ ഒന്ന് കാണണമല്ലോ, കൊല്ലടാ എന്ന് സുധീഷ് വെല്ലുവിളിക്കുക. നിന്റെ അനിയൻ എന്റെ അനിയത്തെ ചതിച്ച് ഗർഭിണിയാക്കി, അത് കണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണമല്ലേ എന്നെങ്കിൽ ദേഷ്യത്തോടെ ചോദിക്കുന്നയാൾക്ക് നീതുവിനെ ഒന്ന് നോക്കി ഹരീഷിനോടെ നിൽക്കണ ഹരീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. താൻ ഗർഭിണിയല്ലെന്ന സത്യം നീതു വിളിച്ചു പറയുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.